പരിശുദ്ധമായ റജബ് 6-നാണ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് എൻ്റെ പ്രിയമുള്ളവരെ ഭൂമി ലോകത്ത് നിന്ന് മഹാനവറുകൾ വിട പറഞ്ഞ ദിവസം പരിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അമേയമായ വലിയ ബന്ധമുണ്ടായിരുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. എൻ്റെ പ്രിയമുള്ളവരെ, തന്റെ ജീവിതത്തിൽ ഒരു ദിവസം 2 പ്രാവശ്യം മഹാനവറുകൾ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം അവിടുന്ന് ഖത്മ തീർക്കുമായിരുന്നു. ജീവിതത്തിൽ അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് വല്ലാതെ സ്നേഹിച്ചുകൊണ്ട് കടന്നുപോയ മഹാൻ. എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് മഹാന്റെ ചരിത്രങ്ങളിലൂടെ നമുക്ക് കടന്നുപോയാൽ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണുന്ന വലിയ വിലപ്പെട്ട ചില സന്ദേശങ്ങളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾക്ക് സുൽത്താനുൽ ഹിന്ദ്, ഈ പരിശുദ്ധമായ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ സുൽത്താനായി ഇന്നും നമുക്ക് മുമ്പിലൂടെ എൻ്റെ പ്രിയമുള്ളവരെ എത്രയോ ആളുകളെ നമുക്ക് കാണാം. നമുക്ക് മുമ്പിലൂടെ അവിടുത്തെ ഫാത്തിഹകളോതി, അവിടത്തേക്ക് യാസീനുകളോതി നമ്മുടെ കാര്യങ്ങൾ എത്രയോ ആളുകൾ അവിടുന്ന് നിറവേറ്റിയിട്ട് മുമ്പിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഇന്നും എന്റെ ശബ്ദം ശ്രവിക്കുന്ന പല ആളുകളും മഹാനായ ശൈഖിന്റെ ഹലറത്തിലേക്ക് അവിടുന്ന് ഫാത്തിഹ ഓതുന്നവരുണ്ടാകും, അവിടത്തേക്ക് യാസീൻ ഓതുന്നവരുണ്ടാകും. നമ്മളൊരു പ്രയാസം വന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ മുഹിയുദ്ദീൻ ശൈഖേ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അവരും അല്ലാഹുമായിട്ട് അമേയമായ ബന്ധമുണ്ട്. അവരെ തബസ്സുൽ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വല്ലാത്ത ഉത്തരമുണ്ട് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കാൻ. എന്നാൽ ആ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് അവിടുന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. തന്റെ പ്രിയപ്പെട്ട പിതാവ് അവിടുന്ന് ഉപേക്ഷിച്ചുകൊണ്ട് കടന്നുപോയ ഒരു ഈത്തപ്പനത്തോട്ടം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ആ ഈത്തപ്പനത്തോട്ടം ഇങ്ങനെ നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുബാലനായിരുന്നു മഹാനായ മുഹിയുദ്ദീൻ ശൈഖ്. അതാവിടുന്ന് തന്റെ നാട്ടിലേക്ക് ഒരു വലിയൊരു പണ്ഡിതന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായ ഇബ്രാഹിം ഇബ്നു ഖന്ദൂസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, പടച്ചവനെ, വലിയായിരുന്നു, ആബിദായിരുന്നു, സൂഫി വര്യനായിരുന്നു. അല്ലാഹുവിന്റെ വിലായത്തിന്റെ പദവികൾ കൊടുത്ത മഹാനാ പടച്ചവനെ അവിടെ നിന്നതാ മഹാനവറുകൾ തന്റെ നാട്ടിലേക്ക് കടന്നു വന്നു എന്നറിഞ്ഞപ്പോൾ അതാ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടിയതാ ആ വലിയ ശൈഖിനെ കാണാൻ വേണ്ടി പോവുകയാണല്ലോ. ആ ശൈഖിന് തന്റെ ഈത്തപ്പന തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത ഈത്തപ്പഴം കൊണ്ട് കൊടുക്കുകയാണ്. അതാ ശൈഖ് അവിടുന്ന് ഭക്ഷിക്കുകയാണ്. ആ പ്രിയപ്പെട്ട ശൈഖ് അതാ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ പുണ്യമാന ഗേഹത്തിലേക്ക് നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ പടച്ചവനെ, ഒരു കൊച്ചുകുട്ടിയാണ് മുഹിയുദ്ദീൻ എന്ന ഈ കൊച്ചുകുട്ടിയാണ് എനിക്ക് ഈ തപ്പയം തന്നെ സ്വീകരിക്കുന്നത് എന്ന് സന്തോഷത്തോടു കൂടെയതാ മഹാനായ ഇബ്രാഹിം ഇബ്നു ഖന്ദൂസ് റളിയല്ലാഹു തആല അൻഹു ആ കൊച്ചുകുട്ടിക്ക് വേണ്ടി അവിടുന്ന് കരങ്ങളുയർത്തി ദുആ ചെയ്യുകയാണ്. ആത്മാർത്ഥമായിട്ട് അവിടുന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, ആ നാട്ടിൽ നിന്ന് കടന്നു പോകുമ്പോൾ, ആ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ, സലാം ചൊല്ലി മഹാനവറുകൾ പോരുമ്പോൾ ആ പ്രിയപ്പെട്ട മുഹിയുദ്ദീൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയെ വിളിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു ഖന്ദൂസ് റളിയല്ലാഹു തആല അൻഹു തന്റെ വായക്കകത്ത് ഇങ്ങനെ ഒരു റൊട്ടി വെച്ചിട്ട് ഇങ്ങനെ ചവച്ചിട്ട് അതെടുത്തിട്ട് മഹാനവറുടെ വായക്കകത്ത് ഇങ്ങനെ വെച്ചുകൊടുത്തു. അല്ലാഹുവേ, അതാ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ അവിടുന്ന് ചവച്ചരച്ചിട്ട് കഴിക്കുകയാണ്. അവിടുന്ന് കഴിച്ചു. പടച്ചവനെ, ഉടനെ അതാ ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങൾ അവിടുന്ന് മുറിഞ്ഞു പോവുകയാണ്.
ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു അല്ലാഹുവിനോടുള്ള വലിയ വലിയ അമേയമായ ബന്ധത്തിലേക്ക് ഒരു സാഹിദിനെ പോലെയായി മാറുകയാണ്. സുഖത്തിന്റെ വരാന്തരങ്ങളിലേക്ക് മഹാനവറുകൾ കടക്കുകയാണ്. ദുനിയാവ് വേണ്ട, ദുനിയാവിന്റെ സൗന്ദര്യം വേണ്ട, ദുനിയാവിന്റെ സൗകര്യങ്ങൾ വേണ്ട. ആ നിലയിലേക്ക് മഹാനായ മുഹയ്യദ്ദീൻ എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടി അവിടെ നിന്ന് മാറുകയാണ്. വലിയ ആബിദായി മാറുകയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ശൈഖുനാ ശംസുൽ ഉലമാ ഇകെ ഉസ്താദ് അവറുകള് അതാ അവിടുന്ന് ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് അവിടുന്ന് പറയുന്നത് കാണാം. തറക്കത്തുന്യാ ഈ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ഉപേക്ഷിച്ചു പോവുകയാണ്. ഈ ദുനിയാവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഒഴിവാക്കി ഈ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അതാ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ഉപേക്ഷിക്കുകയാണ്. ആ ദുനിയയിലേക്ക് ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഉയരുകയാണ്. അതാ പടച്ച തമ്പുരാനെ 15 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. നേരയതാ ബഹുമാനപ്പെട്ടവര് അല്ലാഹുവേ ഖുറാസാൻ പട്ടണത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ വെച്ചിട്ട് പരിശുദ്ധമായ ഹിഫ്ള് അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഖുർആൻ മുഴുവനും അവിടെ നിന്ന് മനപ്പാഠമാവുകയാണ്. എല്ലാം മനപ്പാഠമാക്കുകയാണ്. പിന്നെ ദുനിയാവ് വേണ്ട, ദുനിയാവിന്റെ സമ്പത്ത് വേണ്ട, ദുനിയാവിന്റെ അധികാരങ്ങൾ വേണ്ട. ആ നിലയിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അങ്ങ് ഉയരുകയാണ്. തന്റെ ഹൃദയം അങ്ങ് മാറുകയാണ്. പടച്ചറബ്ബേ ഖുറാസാനിൽ ചെന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് മുഴുവനും മനപ്പാഠമാക്കി. പിന്നീട് അവിടെ നിന്നില്ല, പിന്നീട് നേരെ ബുഖാറിയിലേക്ക് തിരിക്കുകയാണ്. മഹാനായ ഇസാമുദ്ദീൻ ഇബ്നുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് കടന്നു വന്നു. എന്നിട്ടതാ അവിടുന്ന് മഹാനവറുകൾ പരിശുദ്ധമായ തഫ്സീറുകൾ, ഖുർആനിന്റെ വിശദീകരണങ്ങൾ, അവിടുന്ന് ഖുർആനിന് വ്യക്തമായിട്ട് ഓരോ ഗ്രന്ഥങ്ങളും അവിടുന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവേ പരിശുദ്ധമായ ദീനിന്റെ എല്ലാ വിധിവിലക്കുകളും പഠിക്കുകയാണ്. അല്ലാഹ് നേരെ പിന്നീട് കടന്നു പോകുന്നത് ഹാറൂൻ പട്ടണത്തിലേക്കാണ്. ഉസ്മാനുൽ ഹാറൂൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ മഹാനവറുകൾ 20 വർഷക്കാലം അവിടെ നിൽക്കുകയാണ്. ഒരുപാട് ഇൽമിന്റെ വഴികൾ പഠിച്ചിട്ടുണ്ട്, ആത്മീയതയുടെ വഴികൾ പഠിച്ചിട്ടുണ്ട്. പടച്ചറബ്ബേ എത്രത്തോളമാണ് പരിശുദ്ധമായ ദീനിൽ അവർക്ക് നിലകൊള്ളാൻ കഴിയുന്നത്. അവരുടെ ഹൃദയത്തിൽ എത്രത്തോളമാണ് വിശാലതയെന്നറിയുമോ? അള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ, അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് അറിയാൻ ആ പിഞ്ചുബാലന്റെ മനസ്സിൽ നിന്നും ഉറവെടുത്ത ചിന്തകള് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായ ഇബ്രാഹിം ഇബ്നു ഖന്ദൂസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രാർത്ഥനയിലൂടെ അവിടുത്തെ ഹൃദയമങ്ങ് വിശാലമാവുകയാണ്. ആ ഹൃദയത്തിലേക്ക് അതാ ഒരുപാട് അറിവിനെങ്ങനെ ശേഖരിക്കുകയാണ്. അതാ അവിടുന്ന് വല്ലാത്ത സൂക്ഷ്മതയോടുകൂടെ ദുനിയാവിൽ ജീവിച്ച മഹാനാണ്. ദുനിയാവിന്റെ തുരുക്കമ്പകളിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നടത്തിയ മഹാനാണ്. എനിക്കെന്റെ അല്ലാഹ് മതി, ദുനിയാവ് എനിക്ക് വേണ്ടല്ലോ, ദുനിയാവിന്റെ ആഡംബരങ്ങൾ എനിക്ക് വേണ്ടല്ലോ, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ വേണ്ട. ആ നിരക്ക് തന്റെ ജീവിതത്തെ പാകപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ മഹാനാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നും ഡൽഹിയിൽ വഫാത്തായി കിടക്കുന്ന മഹാനായ ബഹ്തിയാറുൽ കാഖിയ റളിയല്ലാഹു തആല അൻഹു, അവിടുന്ന് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചിട്ട് അവിടുന്ന് പറയുന്നത് കാണാം. തന്റെ ജീവിതത്തിൽ 70 വർഷക്കാലം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഗുരുവായ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നിരീക്ഷിക്കുകയാണ്. അവിടുന്ന് കൂടെ നിന്നിട്ട്
ഇരുന്നിട്ടുണ്ട്. രാത്രി മുഴുവനും നിന്നുകൊണ്ട് നമസ്കാരമാണ്. ഓരോ ദിവസവും അവിടുന്ന് രണ്ട് പ്രാവശ്യം പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് ഖത്മ് തീർക്കുന്നുണ്ട്. അല്ലാഹുവേ, പകൽ മുഴുവനും നോമ്പെടുത്തുകൊണ്ട് നടന്നു പോയ മഹാനാ, അല്ലാഹുവിനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച മഹാനാണ്. ഒരു ദിവസമെങ്ങാനും പടച്ചറബേ പരിശുദ്ധമായ ഖുർആനിനെ ഖത്മ് തീർക്കാത്ത ദിവസങ്ങളില്ല. നമുക്ക് കഴിയോ? ഒരു ദിവസം ഒരു ഖത്മ് തീർക്കാൻ വരെ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയുന്നില്ല. അവിടേക്ക് സമയത്തിൽ അല്ലാഹു തആല ബർക്കത്ത് കൊടുത്തു. അല്ലാഹുമായിട്ട് അമേയമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയപ്പോൾ എന്റെ പ്രിയമുള്ളവരെ പിന്നെ ദുനിയാവ് വേണ്ട, പിന്നെ ദുനിയാവ് വേണ്ട എന്നായി. ആ നിലയിലേക്ക് അല്ലാഹു തആല അവരെ ഉയർത്തി കളഞ്ഞു. ഹൃദയത്തിൽ നിന്ന് വാർത്തെടുത്തു കഴിഞ്ഞു. തറക ദുനിയാ ബികുല്ലിയ, ദുനിയാവിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അവർ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്തേ? ഒരു വലിയനോടുള്ള സ്നേഹം കിട്ടിയതാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നുൽ ഖന്ദൂസി റളിയല്ലാഹു തആല അൻഹു, ആ മഹാനായ മനീഷിയുടെ അവിടുന്ന് സ്നേഹവും അവിടുന്ന് വലിയ ബന്ധവും അവിടുന്ന് കിട്ടിയതാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ നമ്മൾ ചെറുതാക്കി കാണരുത്. എല്ലാവരും തലേ കെട്ടി നടക്കുന്നു. എല്ലാവരും കള്ളന്മാരാണ് എന്ന് പറയുന്ന പല ആളുകളുണ്ട്. എന്റെ പ്രിയമുള്ളവർ, ഇന്നൊക്കെ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവേ റുഷ്ദപ്പാട്ട് ഇങ്ങനെ കേൾക്കും, അല്ലെ? റുഷ്ദമോള പാട്ട്. ഇന്ന് റുഷ്ദമോള പാട്ടിന്റെ സമയം. എല്ലാ സമയത്തും ഇന്ന് എല്ലാം നമുക്ക് കാണുന്നതും കേൾക്കുന്നതൊക്കെ റുഷ്ദയുടെ പാട്ടാണ്. ഒരു കല്യാണ വീട്ടിൽ തലപ്പാവ് ധരിച്ച കുറച്ച് ആളുകൾ ചെയ്ത പരിപാടിയാണ്. പിന്നീട് അത് വല്ലാത്ത വിവാദമായി. പടച്ചുറപ്പെ, പഴയ കാലങ്ങളിലൊക്കെ പരിശുദ്ധമായ കല്യാണ വീടുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുകളും അതേപോലെ തന്നെ ഫാത്തിമ ബീവിയെ കുറിച്ചും ഖദീജ ബീവിയെ കുറിച്ചും അവിടുത്തെ മഹദിമാരെ കുറിച്ചും ഒക്കെയുള്ള പാട്ടുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണ സുദിനത്തെ കുറിച്ചും ഒക്കെ ആയിരുന്നു എന്റെ പ്രിയമുള്ളവരെ പാട്ടുണ്ടായിരുന്നത്. ഇന്ന് കണ്ടോ, പല രൂപങ്ങളിലേക്ക് ഭാവങ്ങളിലേക്ക് ഇന്നൊക്കെ മാറി വരികയാണ്. ഏറ്റവും വലിയ വിഷമം എന്നത് എന്റെ പ്രിയമുള്ളവരെ, തെറ്റുകളും പല കാര്യങ്ങളിലും ചിന്തിക്കാതെ ചിലത് ചെയ്യുന്നു പറയുന്നു എന്നതിലാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ബോധം നൽകട്ടെ. അല്ലാഹു തആല ബോധം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ട് ആ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഉസ്താദന്മാരെ മൊത്തം അവഹേളിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്താൽ എല്ലാവരും അതിൽ കുറ്റക്കാരാകൂല. തെറ്റ് ചെയ്യുന്നവരെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്, അല്ലെ? അവരെയല്ലേ നമ്മൾ പറയേണ്ടത്. കുറ്റം പറയാന്നുള്ളതല്ല അതിന്റെ അർത്ഥം, കുറ്റപ്പെടുത്തി നടക്കുക എന്നുള്ളതല്ല അർത്ഥം. അവർ ചെയ്ത് തെറ്റാണെങ്കിൽ അവരോട് പോയിട്ട് പറ, നിങ്ങൾ ചെയ്തത് ഇന്നതാണ്, തെറ്റാണ്, മോശമാണ് എന്ന് പറയലാണ് നല്ലത്, അല്ലെ? ഇത് നമ്മൾ പല എന്നൊക്കെ നമ്മള് സോഷ്യൽ മീഡിയ ഇങ്ങനെ എടുത്തു നോക്കിയാൽ പല കാർട്ടൂണുകൾ അതിനനുസരിച്ച് ഉണ്ടാക്കി പുതിയ വരുന്നുണ്ട്. റുഷ്ദമോൾ അല്ലേ? ഇതിങ്ങനെ പറഞ്ഞിട്ട് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പല കാർട്ടൂണുകളും, അതേപോലെ മൃഗങ്ങൾ വരെ, പൂച്ച, അതുപോലെ തന്നെ നായ, അതേപോലെ തന്നെ പുതിയാപ്പിള വരുന്ന രൂപത്തിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ രസകരമായിട്ട് അതിങ്ങനെ ഇറക്കി വിടാൻ. ഇങ്ങനൊക്കെ വരുമ്പോഴാണ് ഓരോരുത്തരുടെ കഴിവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെ? എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു നാടനായ ഒരാൾ മദ്യപിച്ചു. നാടന്മാരെ എല്ലാവരും ആരെയും ആക്ഷേപിക്കുന്നുണ്ടോ? മൂലരല്ല, തങ്ങളല്ല, ഒന്നുമല്ല. എന്റെ പ്രിയമുള്ളവരെ, സാധാരണക്കാര്, ചെറുപ്പക്കാരൻ, ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും മദ്യപിച്ചാൽ നമ്മൾ എല്ലാരെയും ആക്ഷേപിക്കാൻ പാടുണ്ടോ? ഇല്ല. എല്ലാവരെയും നമ്മൾ ആ രൂപത്തിൽ കാണാൻ പാടുണ്ടോ? ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, ചെയ്യുന്നവരോടൊപ്പം പോയിട്ട് തിരുത്തുക, അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതങ്ങനെയല്ല നമ്മുടെയൊക്കെ സ്വഭാവം, അല്ലെ? ഒരു മതപണ്ഡിതൻ ചെയ്താൽ അത് എല്ലാവർക്കും നാണക്കേടായി മാറുകയാണ്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം ഇബ്നുൽ ഖന്ദൂസി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. മഹാനായ തങ്ങളുടെ ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് വെച്ചിട്ട് അവിടെ നിന്നും ഒരു റൊട്ടി കഷ്ണം തന്റെ വായിൽ ഇങ്ങനെ വെച്ചിട്ട് മുഹ്യിദ്ദീൻ എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടിയുടെ വായ്ക്കകത്ത് വെച്ചു കൊടുത്തു. അവിടെ നിന്ന് അങ്ങോട്ട് ഉയർന്നതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരെ അവിടുന്ന് സ്നേഹിച്ചാൽ, അവിടുന്ന് സഹായിച്ചാൽ, അവിടുന്ന് ഒപ്പം നിന്നാൽ, അവിടെ കൂടെ നിന്നാൽ അല്ലാഹ് നമ്മളെ വെറുതെ വിടൂല. അല്ലാഹ് നമ്മളെ വെറുതെയാക്കൂല. അല്ലാഹു തആല നമ്മളെ ദറജകൾ ഉയർത്തും. ആ മഹാന്റെ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടിയാൽ മതി. പടച്ചോനെ, എന്റെ കുട്ടിനെ നന്നാക്കണേ എന്നവിടെ നിന്ന് അങ്ങ് ദുആ ചെയ്താൽ അത് മതി മോനെ. നമുക്ക്
അത് മതി ഉമ്മ നമുക്ക്. മനസ്സിലായോ? നമ്മൾ ഈ ആക്ഷേപിക്കും ഉസ്താക്കന്മാരെ, നമ്മളെല്ലാവരും ആക്ഷേപിക്കും ഉസ്താക്കന്മാരൊക്കെ ഇങ്ങനെയാടാ, അവരൊക്കെ വൃത്തികെട്ടവരാ, അവരൊക്കെ പല ചെയ്യുന്നവരാ, തെറ്റ് ചെയ്യുന്നവരാ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആദ്യം ഉസ്താദ് ആരെന്നറിയോ? അള്ളാന്റെ പ്രവാചകന്മാരാ. ആദം നബി മുതൽ ദീന് പഠിപ്പിക്കുന്ന മൗലിയരാ, ഉസ്താക്കന്മാരാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിയരാ. മനസ്സിലാക്കണം, നമ്മൾ അവരൊക്കെയാണ് ഞാനും നിങ്ങളും കുറ്റപ്പെടുത്തുന്നത് എന്നെന്റെ പ്രിയമുള്ളവരെ ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ? നമ്മൾ ചെയ്യൂല. റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നവർ നമുക്ക് റാഹത്തില്ല എന്ന് തോന്നിയാൽ, ആലിമാകട്ടെ സയ്യിദാകട്ടെ ആരാകട്ടെ, നമുക്ക് ഉപദേശിക്കാൻ കഴിയുമെങ്കിൽ ഉപദേശിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്ക്. മൊത്തം അടിച്ചാക്ഷേപിക്കുന്ന സ്വഭാവം എനിക്കും പാടില്ല, നിങ്ങൾക്കും പാടില്ല. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ പറയാറുണ്ട്, തെറ്റ് ചെയ്യുന്ന ആള് തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ പിറകെ പിന്നെയും നമ്മൾ അവനെങ്ങനെ അടിച്ചാക്ഷേപിക്കാൻ, നമ്മളിങ്ങനെ അവനെ കുറ്റം പറയാൻ, അവനെ ആക്ഷേപിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അവൻ അള്ളാഹിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ടും നമ്മളെ സംസാരം നമ്മൾ നിർത്തിയിട്ടില്ല. എന്നിട്ടും നമ്മൾ അവരെ കൂട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും അങ്ങാടിയിൽ കണ്ടാലൊക്കെ നമ്മൾ അവനെങ്ങനെ ആക്ഷേപിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്, അവനെ കളിയാക്കുകയാണ്. അവൻ പണ്ട് അങ്ങനെയൊക്കെ ചെയ്തത് ഇത് പറഞ്ഞിട്ട് നടക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. എന്നിട്ടും നീ അത് നിർത്തിയിട്ടില്ലെങ്കിൽ നിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആർക്കാ നഷ്ടം? അവനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അവൻ അള്ളാന്റെ മുമ്പിൽ പാപം പുറത്തവനാ. നിന്റെ ജീവിതത്തിലേക്ക് അള്ളാന്റെ മുമ്പിൽ നീ പാപങ്ങൾ കുത്തി നിറക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരെ നമ്മൾ ആദരിക്കണം. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ ദുനിയാവിന്റെ തുലിക്കുമകളിൽ അവരെ കൊണ്ട് വിശുദ്ധമായ ഖുർആനിലൂടെ ഈ ദുനിയാവുമായി ബന്ധമില്ല, ദുനിയാവുമായിട്ട് അവർക്ക് യാതൊരു കണക്ഷൻ ഇല്ല. അവിടെ ഹൃദയം ഏറ്റവും കൂടുതൽ ഭംഗിയാകുന്നത് ആഖിറം കൊണ്ടാണ്. നമ്മളെല്ലാവരും ദുനിയാവിന്റെ വീടും ദുനിയാവിന്റെ സൗകര്യങ്ങളും ദുനിയാവിന്റെ സൗന്ദര്യങ്ങളുമായിട്ട് അതിങ്ങനെ മെച്ചപ്പെടുത്താനും കൂട്ടുവാനും ഇനിയും മെച്ചപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുമ്പോൾ, അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകൾ അവിടെ വീടിങ്ങനെ പൊളിഞ്ഞാടാനായ ചെറിയ വീടാകും, അവിടെ നടത്തം വല്ലാത്ത കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രമാകാം, അവരുടെ കയ്യിൽ ചിലപ്പോൾ ഒരു വടിയൊക്കെ കുത്തിയിട്ട് അവരിങ്ങനെ നടന്നു പോകുന്നുണ്ടാകും. എല്ലാവരെയും നമ്മൾ അവിടെ നിന്ന് കളിയാക്കില്ലേ? ഒരാളെയും നമ്മൾ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഞാനും നിങ്ങളും വളർന്നിട്ടില്ല എന്ന് സ്വന്തം ശരീരത്തോട് നമ്മളൊന്ന് പറയണം. സ്വന്തം ഹൃദയത്തിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. മനസ്സിലായോ? മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അവിടെന്താണ് ഉയർന്നത്? ഒരു മഹാന്റെ പ്രാർത്ഥന നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ തുണ അതൊക്കെ ഉള്ളൂ. നമുക്ക് ഒറ്റക്ക് പോയിട്ട് നമുക്ക് ഈമാൻ ഉണ്ടാക്കി നമ്മുടെ ഹൃദയം നന്നാക്കി നമുക്ക് വിജയിക്കാനുള്ള ഈമാനൊന്നും നമുക്കില്ല. അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇബ്ലീസിന്റെ ശർറുകളെ കൊണ്ട് നമ്മുടെ ഹൃദയം, നമ്മുടെ ഇങ്ങനെ മനസ്സങ്ങനെ മലീമസമായി കിടക്കാൻ. മനസ്സിലായോ? അതിനൊന്നുള്ള ഈമാൻ എനിക്കും നിങ്ങൾക്കും ഇല്ല, 100% ഉറപ്പാണ്. എന്നാൽ ഇതുപോലുള്ള മക്കാമകളിൽ പോയിട്ട്, മഹാന്മാരുടെ ദർഗകളിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് അവിടെ വന്നിട്ടൊന്ന് ദുആ ചെയ്തിട്ട്, അവിടുന്ന് പടച്ചവനെ പോരുമ്പോൾ ഒന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ട് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ മനസ്സിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ പറയുമ്പോൾ അവിടെ പ്രത്യേകമായ ഒരു കാവലുണ്ട്, ഒരു നോട്ടമുണ്ട്. ആ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, പിന്നീട് നമ്മൾ പരാജയപ്പെടില്ല. അവരുമായിട്ട് വല്ലാത്ത കണക്ഷൻ
മനസ്സിലാവുകയാണ്. അതിലൂടെ നമുക്ക് പടച്ച റബ്ബിനെ കാണാൻ നമുക്ക് കഴിയുമല്ലോ, അള്ളാന്റെ ഹബീബിലേക്ക് എത്താൻ നമുക്ക് കഴിയുമല്ലോ, പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. അവിടേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന വലിയ മരുന്നാണത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇബ്ലീസ് നമ്മളിങ്ങനെ വട്ടം കറക്കും. ഇങ്ങനത്തെ വിഷയത്തിക്കൊന്നും പോണ്ട, അതിലൊന്നും കൂടണ്ട, അവരോടൊന്നും ബന്ധപ്പെടണ്ട, ഇങ്ങനെ പറഞ്ഞിട്ട് ഇബ്ലീസിന്റെ വലിയ ശർറ് എന്റെയും നിങ്ങളുടെയും കൂടെ ഉണ്ടാകും. മനസ്സിലായോ? പല ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഇബ്ലീസ് നമ്മളെ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ ഉണ്ടാകും. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അതാ ഇവിടുന്ന് ഒരിക്കലും മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഇബ്ലീസിനെ ഒരിക്കൽ ഇങ്ങനെ കണ്ടപ്പോൾ, ഇബ്ലീസിനെ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഇബ്ലീസ്, മനുഷ്യരെല്ലാവരും നിന്റെ കെണിയിൽ നിന്ന് പെട്ടുപോവുകയാണ്, നീ വല്ലാതെ മനുഷ്യനെ ഇങ്ങനെ പിഴപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങിയതാണല്ലോ. പടച്ചവനെ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ മുതൽ തുടങ്ങിയതാണല്ലോ. അവരിലേക്ക് ഇബ്ലീസിന്റെ ആദ്യത്തെ ശർറ് കടന്നു വന്നു. അല്ലാഹുവേ, ഇന്നുമതാ എന്നെയും നിങ്ങളെയും അടക്കമുള്ള ഈ ലോകത്ത് വരാനിരിക്കുന്ന കഴിഞ്ഞുപോയ ജനങ്ങളെ മുഴുവനും അവിടുന്ന് ഇബ്ലീസ് വല്ലാതെ പിഴപ്പിക്കുന്നുണ്ടല്ലോ. ഇബ്ലീസിന്റെ പിഴപ്പിക്കൽ നിന്നിട്ടില്ല. അങ്ങനെ ഇബ്ലീസിന്റെ പിഴപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ അവിടുന്ന് കലീമുല്ലാഹി മൂസാ നബി ചോദിക്കുകയാണ് അലൈഹിസ്സലാത്തു വസ്സലാം, എങ്ങനെയാണ് നീ ഒരു മനുഷ്യനെ നീ പിഴപ്പിക്കുന്നത് എന്നതാ അവിടുന്ന് ചോദിക്കുമ്പോൾ, അല്ലാഹുവേ, നിന്നിൽ നിന്ന് രക്ഷ നേടാൻ നിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതാ അവിടുന്ന് ഇബ്ലീസ് തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ആ കാര്യങ്ങൾ എങ്ങാനും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരിക്കലും തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നറിയോ? നിങ്ങൾ അറിയരുത്. ആ സമയത്ത് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, എന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ കഴിയുമെന്ന്, നിങ്ങളെ പിഴപ്പിക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. എന്നിട്ടതാ അവിടുന്ന് പറയുകയാ, ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ സമയമാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എനിക്ക് പെട്ടെന്ന് കയറാൻ കഴിയുന്നതാ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ശരീരത്തിലേക്ക് എനിക്ക് പെട്ടെന്ന് കയറാൻ കഴിയും. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ കയറിയിട്ട് പല പല ഉപദ്രവങ്ങൾ നടത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദേഷ്യം വരുമ്പോഴാണ് ഉമ്മാനെ ചീത്ത പറയുന്നത്, വാപ്പാനെ ചീത്ത പറയുന്നത്, സഹോദരങ്ങളെ അടിക്കുന്നത്, പടച്ചവനെ മക്കളെ പിടിച്ചിട്ട് അടിക്കുന്നത്. എന്താണ് കാരണമെന്നറിയോ? അത് ഇബ്ലീസിന്റെ വല്ലാത്ത ശർറാണെന്ന് നീ മനസ്സിലാക്കണമെന്ന് അതാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദേശം വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ദേശം വരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ ഒപ്പം നിൽക്കും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഒപ്പം ഇങ്ങനെ നിൽക്കും. എന്നൊരു ദേഷ്യപ്പെടാനും മറ്റു കാര്യങ്ങൾക്ക് ഇബ്ലീസ് നമ്മോട് ഇങ്ങനെ പറയും. നമ്മുടെ ശരീരം അതിനനുസരിച്ച്, മനസ്സ് അതിനനുസരിച്ച് ഇങ്ങനെ പ്രവർത്തനം നടത്തും. നമ്മൾ അറിയാതെ ആ തെറ്റുകളിലേക്ക് എത്തപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂസാ നബിയോട് പറഞ്ഞത് അതാണ്, ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഒന്ന് ശ്രദ്ധിച്ചോണ്ടോ എന്ന് ഇബ്ലീസ് തന്നെ മുന്നറിയിപ്പ് കൊടുക്കാൻ. ദേഷ്യം വന്നു കഴിഞ്ഞ കണ്ടില്ലേ, ചിലത്ര വാപ്പമാരുണ്ട്, ഭാര്യ അടിക്കുന്നവരില്ലേ, ഭാര്യ അങ്ങോട്ട് തൊയ് പറയുന്നവരുണ്ട്, മക്കളെ അടിക്കുന്നവരുണ്ട്, വാപ്പാനെ, ഉമ്മാനെ, കൂട്ടുകാരെ, സഹോദരങ്ങളൊക്കെ ചീത്ത പറയുന്നവർ, അടിക്കുന്നവരുണ്ടല്ലോ. എന്തേ കാരണം എന്റെ പ്രിയമുള്ളവരെ?
എന്തേ കാരണം? ഇബ്ലീസിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ആളുകൾ എന്നറിയോ? അവന്റെ ഹൃദയത്തിൽ അവിടുന്ന് അഹങ്കാരം കൂടുമ്പോഴാണ്. അതും ഇബ്ലീസിന്റെ വലിയ ബുദ്ധിമുട്ടാണ്, ശർറുകളാണെന്ന് അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കരിച്ചവനായിരുന്നല്ലോ അബൂ ജഹൽ. ദുനിയാവിന്റെ തുരുക്കുമുകളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് വല്ലാത്ത ദേഷ്യം വെച്ചവരാണ്. ദീനിനെ പറയുമ്പോൾ അവിടുന്ന് കളിയാക്കുന്നവരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ കളിയാക്കിയവനാണ്. അവസാനം പടച്ച റബ്ബേ വിജയിച്ചിട്ടുണ്ടോ വാപ്പാ? അവിടുന്ന് അബൂ ജഹലിന്റെ നാശമല്ലേ ബദർ യുദ്ധത്തിൽ നമ്മൾ കണ്ടത്? അവസാനം അവിടുന്ന് തലയും മുടലുമായിട്ട് വേർതിരിച്ചിട്ട് ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ അവിടുന്ന് അവരുടെ തലയും അവരുടെ ശരീരത്തെയും മാറ്റിയെടുത്തല്ലോ. എന്തേ കാരണമെന്നറിയോ? അവിടുന്ന് അഹങ്കാരം കൂടിയതാണ്. എന്റെ പ്രിയമുള്ളവരെ, ഫിർഔനിനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വലിയ ദേശക്കാരനായിരുന്നു. ദേശം വരുന്നത് അഹങ്കാരികൾക്കാണ്. ഞാനാണ് വലിയവന്, എന്റെ മുകളിൽ ആരുമില്ല. അല്ലാഹുവേ, ഞാൻ തന്നെ പറയണം, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. ഇതാണ് അഹങ്കാരത്തിന്റെ സ്വരം എന്ന് പറയുന്നത്. അഹങ്കാരത്തിന്റെ സ്വരം എന്ന് പറയുന്നത് എല്ലാം എന്റേതാണ്, എന്നെല്ലാരും സ്നേഹിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം. അതുകൊണ്ട് ഇങ്ങനെ ചിന്തകളൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, എന്നോട് വന്നിട്ട് പറയണം, ഞാനല്ലാതെ അങ്ങോട്ട് പോകൂല. ഇങ്ങനെയൊക്കെ അഹങ്കാരത്തിന്റെ ഭാവങ്ങളുള്ള ആളുകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആർക്കാണ് ഈ സ്വഭാവമുള്ളത്? ആർക്കാണ് ഈ സ്വഭാവമുള്ളതെന്നറിയോ? അല്ലാഹുവേ, ഇബ്ലീസിന്റെ ഇബ്ലീസിന്റെ കൂട്ടാളികൾക്കാണ്. അല്ലാഹുവേ, അതേപോലെ തന്നെ നമ്രൂദിനെ കുറിച്ചും നമുക്കറിയാം. നമ്രൂദിന്റെ സ്വഭാവം എന്തെന്നറിയോ? തന്റെ കൂടെയുള്ള ആളുകളെ, തന്റെ ഒപ്പമുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യുമായിരുന്നു. അവന്റെ കൂടെ എങ്ങനെ ആൾക്കാർ നിൽക്കണം, അവന്റെ കൂടെ എങ്ങനെ ആൾക്കാർ നിൽക്കണം. അതാണ് ഓമ്പനാണ് പടച്ചോൻ എന്ന് പറഞ്ഞാൽ, ഞാനാണ് വലിയവനെന്ന് പറയുമ്പോൾ എല്ലാവരും ഓനൊപ്പം അങ്ങനെ നിൽക്കണം. അങ്ങനെ ജീവിച്ചവനാണ് നമ്രൂദ്. എന്റെ പ്രിയമുള്ളവരെ, അവന്റെ ഒരു സ്വഭാവമുണ്ട്. ജനങ്ങളെ ഇങ്ങനെ ചെവിക്കകത്ത് ഇങ്ങനെ നിരത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ ഞെരിക്കുമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ജനങ്ങളെങ്ങനെ കൊല്ലുമായിരുന്നു. ആ മരണപ്പെടുന്ന ജനങ്ങളുടെ അട്ടഹാസം കേട്ടിട്ട് അവന്റെ ചവിട്ടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് വേദനിച്ചു പോകുന്ന പാപപ്പെട്ട ജനങ്ങളുടെ അട്ടഹാസം കേട്ടുകൊണ്ട് അവരിങ്ങനെ ചിരിക്കും. ആ സ്വഭാവമുള്ളവനാണ് ആരെന്നറിയോ? നമ്രൂദ് എന്ന് പറയുന്നവൻ. അവന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, അവൻ ഇങ്ങനെ ജീവിച്ച് അവന് എത്രയോ കാലഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവസാനം അവന്റെ അന്ത്യം എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെവിക്കകത്തിലൂടെ ഒരു പ്രാണിയെ കയറ്റി വിടുകയാണ്. എത്ര ശ്രമിച്ചിട്ടും കിട്ടണില്ല. ഉള്ളിൽ ഇങ്ങനെ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു പ്രാണി ചെവിക്കകത്ത് പോയാൽ കടന്നിട്ട് ഇങ്ങനെ ഒച്ചുണ്ടാക്കും അല്ലെ? എന്ന പോലെ നമ്രൂദിന്റെ ചെവിക്കകത്ത് കടന്നിട്ടതാ ഈ വസ്തു ഇങ്ങനെ പ്രാണി ഇങ്ങനെ ശല്യം ചെയ്തു. ആരെങ്കിലും തലക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സുഖം കിട്ടും. അവസാനം പറഞ്ഞു, എന്റെ തലക്കൊന്നിങ്ങനെ അടിക്കുമോ? ഇതിങ്ങനെ പെറ്റതിന്റെ ഉള്ളിൽ ഇങ്ങനെ പെരുകുകയാണ്, തല ഇങ്ങനെ പെരുക്കുകയാണ്. പടച്ചവനെ, ഒരുപാട് അതിങ്ങനെ പെറ്റതിന്റെ ഉള്ളിൽ ഈ ജീവി ഇങ്ങനെ വളരുന്നുമുണ്ട്. അങ്ങനെ ആ തലക്കിങ്ങനെ അടിച്ചടിക്കുമ്പോ ഒരു സുഖം കിട്ടും. അവസാനം അടിച്ചടിച്ച് പടച്ചവനെ അവന്റെ തല തല്ലി അവിടെ തലക്ക് തല്ലിയിട്ട് അവന്റെ തല പൊട്ടിയിട്ടാണ് അവന് മരിച്ചത്. അവൻ ഈ ലോകത്ത് നിന്ന് അങ്ങോട്ട് വിട പറഞ്ഞു പോയത്.
മനസ്സിലായോ? അങ്ങനെ അഹങ്കാരം കാണിച്ചവൻ എവിടെയാണിന്ന്? അവരൊക്കെ ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിലൊന്ന് കടന്നു നോക്ക്. ഞാനാണ് അല്ലാഹ്, എന്നെയാണ് എല്ലാവരും അറിയേണ്ടത്, വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോയവന് ഇന്നും അതാ ഒന്നുമല്ലാതെ ആയിട്ട് കിടക്കുകയാണവൻ. ഫിറഔൻ ഒന്ന് ചെന്നോക്ക്, ഈജിപ്തിൽ എന്നും ചെന്നാൽ കാണാം, ആ മ്യൂസിയത്തിൽ ചെന്നാൽ കാണാം ഫിറഔനിന്റെ ശരീരത്തിൽ. മനസ്സിലായോ നിങ്ങൾ? അല്ലാഹുവേ പടച്ചോനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരിക്കൽ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചങ്ങാതി കടന്നു വരാണ്. ഒരാള് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയത്ത് ലഭിക്കുമോ നബിയേ? എനിക്കൊരു വസിയത്ത് തരുമോ നബിയേ? എന്റെ ജീവിതത്തിൽ എനിക്ക് മുറുകെ പിടിക്കാനുള്ള ഒരു കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഇത് പറയുന്ന താമസം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ വീണ്ടും അതാ ചോദിക്കുന്നു, നബിയെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു താ നബിയെ. വീണ്ടും റസൂലുള്ള പഠിപ്പിച്ചു, ലാ തഅലബ്. വീണ്ടും അതാ ചെറുപ്പക്കാരൻ കടന്നു വന്നുകൊണ്ട് പറയുന്നു, നബിയെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് നബിയെ, ഒരു വസിയത്ത് കൊണ്ട് നബിയെ. റസൂലുള്ള അവിടെന്ന് പറയുന്നു, ലാ തഅലബ്. 3 പ്രാവശ്യം അവിടെന്ന് പറഞ്ഞത്, സഹാബാ നീ ദേഷ്യപ്പെടരുതേ, ദേഷ്യപ്പെടരുതേ, ദേഷ്യപ്പെടരുതേ. ദേശം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ? വാപ്പയാണെന്നറിയോ, ഉമ്മയാണെന്നറിയോ, മക്കളാണെന്നറിയോ, ഭാര്യയാണെന്നറിയോ, പിന്നെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പാത്രവും കാലം എല്ലായിടത്തും എറിഞ്ഞ് പൊട്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആലോചിക്കാം, പഠിച്ചോൻ ഇതൊക്കെ ഇപ്പൊ ഞാനാണല്ലോ കാട്ടിയത് അല്ലേ? ആരാതിന്റെ കാരണക്കാരൻ ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശർറാണത്. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശർറാണത്. എന്റെ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ശക്തനാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരിക്കാണ് ദേഷ്യം വരുന്നത്? ആരിക്കാണ് ദേഷ്യം വരുന്നത്? ആ സമയത്ത് അവന്റെ ദേഷ്യത്തെ പിടിച്ചിട്ട് അവൻ ഒതുക്കുന്നുണ്ടെങ്കിൽ അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഏറ്റവും വലിയ ശക്തിമാനെ കുറിച്ചിട്ട് മസിൽ പവർ ഇങ്ങനെ കാട്ടിയിട്ട് പെരുപ്പിച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ഒരിങ്ങനെ ഇങ്ങനെ എടുത്താൽ ചിലപ്പോൾ ഒരു വാഹനം വരെ അവർക്ക് ഇങ്ങനെ ഒരു ഭാഗം പൊന്തിച്ച് ഇങ്ങനെ പൊന്തിക്കാൻ കഴിയും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവരെല്ലാം ഏറ്റവും വലിയ ശക്തൻ. ഏറ്റവും വലിയ ശക്തനെ കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ചു. ആരാണ് ദേഷ്യം വന്നിട്ട് ആ ദേശത്തെ ഒതുക്കുന്നവന്? അവനാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതാ പ്രവാചകൻ അവിടെ നിന്ന് വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, നിനക്കെങ്ങാനും ദേശം കടന്നു വന്നാൽ നിന്റെ ദേശത്ത് നിനക്ക് ഒതുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണേ. നിനക്ക് ഇരുന്നിട്ടും നിന്റെ ദേശത്ത് നിനക്ക് ഒതുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മോനെ നീ അവിടെ അങ്ങ് കിടന്നോളോ, നീ അവിടെ അങ്ങ് കിടന്നോളോ. എന്നിട്ടും കഴിയണില്ല, പോയിട്ട് വുളൂ ചെയ്യ്, പോയിട്ട് നീ വുളൂ ചെയ്യ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്തിട്ടും നിന്റെ ദേശം പോണില്ല എന്നുണ്ടെങ്കിൽ നീ ഇബ്ലീസിന്റെ കുട്ടിയാണെന്ന് മനസ്സിലാക്കിക്കോ. പിന്നെ ഇബ്ലീസിന്റെ ബാക്കിയാണെന്ന് മനസ്സിലാക്കിക്കോ. മനസ്സിലായോ? കാര്യം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദേഷ്യം വന്നാൽ ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ നഷ്ടപ്പെടും. ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. നീ ആയത്തിനെ കുറിച്ച് പാരായണം ചെയ്യും, ദേഷ്യം പോകും, ദേഷ്യം നഷ്ടപ്പെടും. ഇബ്ലീസിന് പായു. ഇബ്ലീസിന്റെ പറഞ്ഞതല്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇബ്ലീസിന്റെ പറഞ്ഞല്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് ഞാൻ കടന്നു വരാത്തത് ആരാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത്? അവന്റെ അടുത്തേക്കാണെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ ഇബ്ലീസ്
തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ സക്കാത്തിന്റെ മുതലേൽപ്പിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ചങ്ങാതി പ്രായമായ ഒരു വാപ്പ ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വാരിയ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു. ഇവൻ പറഞ്ഞു സാരല്ല, അല്ല എന്നെ കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോകല്ലേ, ഞാൻ അവിടുന്ന് പേടിച്ചു പോകും, അത് നശിച്ചു പോകും, അല്ലാഹുവേ പടച്ചോനെ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് ഈ ചങ്ങാതി അവിടെ നിന്ന് ഇങ്ങനെ കെഞ്ചി പറയാണ്. ദാരിദ്ര്യം കൊണ്ടാ പ്രയാസം കൊണ്ടാ പട്ടിണിയാ അവിടുന്ന് കുറെ പറഞ്ഞു. തങ്ങൾ പറഞ്ഞു ഇപ്പൊ നീ പെയ്ക്കോ, ഇനി ഇതാവർത്തിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടൂല എന്നുണ്ടായി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം കടന്നു വന്നിട്ട് അതാ പടച്ചവനെ രണ്ടാമത്തെ ദിവസം ഈ വൃദ്ധനായ മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ടതാ സക്കാത്തിന്റെ മുതലുകളെല്ലാം അവിടുന്ന് വാരിക്കൂട്ടുകയാണ്. അല്ലാഹുവേ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഇന്ന് നിന്നെ ഞാൻ അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുപോകുമല്ലോ, ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറയുമ്പോൾ അതാ അവിടുന്ന് വീണ്ടും അവിടുന്ന് വല്ലാത്ത പരാതികൾ വല്ലാത്ത സങ്കടങ്ങൾ പറയുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ അതാ വെറുതെ വിടുകയാണ്. പിന്നെയും പടച്ചറബ്ബേ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് നമസ്കാരത്തിന് വേണ്ടിയിട്ട് അതാ അബൂ ഹുറൈറ തങ്ങൾ കടന്നു വരുമ്പോ അള്ളാന്റെ ഹബീബ് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ അവൻ ഇന്നും കടന്നു വന്നല്ലേ, അവൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് അബൂ ഹുറൈറ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അബൂ ഹുറൈറ അല്ലാഹുവേ മൂന്നാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ട് അതാ അവിടുന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോ പടച്ചവനെ അവിടെ വീണ്ടും അതാ ഈ വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ നിതാ ഇങ്ങനെ സക്കാത്തിന്റെ മുതലുകൾ ഇങ്ങനെ ശേഖരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടുന്ന് അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, എന്റെ അടുത്ത് നിന്ന് 2 ദിവസം നീ രക്ഷപ്പെട്ട് കഴിഞ്ഞല്ലോ, 2 ദിവസം ഞാൻ നിന്നെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പടച്ചവനെ ഇതങ്ങ് പറയുമ്പോ ഇനി നിന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അതാ വൃദ്ധനായ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവനെ ഞാൻ നിനക്കൊരു ഇൽമ പഠിപ്പിച്ചു തരാ. അബൂ ഹുറൈറയോട് പറയുന്നു, അബൂ ഹുറൈറ ഞാൻ നിനക്കൊരു ഇൽമ പഠിപ്പിച്ചു തരാ, ഒരറിവ് ഞാൻ നിനക്ക് നൽകാം. അതാ അവിടെന്ന് പറയുന്നു, ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള, ഇബ്ലീസ് ഓടിപ്പോകുന്ന, ഇബ്ലീസ് ഒരിക്കലും തന്നെ കടന്നു വരാത്ത ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരട്ടെയോ? അതാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹ് ഒരു ഇൽമ കിട്ടുകയാണല്ലോ, ഒരു ഇൽമ കിട്ടുകയാണല്ലോ. പടച്ചവനെ അവിടുന്ന് പറയുകയാ, യഥാവിടുന്ന് ആ മരുത്തനായ മനുഷ്യനവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഇബ്ലീസിന്റെ ഒരിക്കലും തന്നെ അവിടുന്ന് അടുക്കാൻ കഴിയാത്ത ശരീരം അവൻ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി ഉണ്ടല്ലോ, അവിടുന്ന് പാരായണം ചെയ്താൽ അവന്റെ ശരീരത്തിൽ നിന്ന് ഇബ്ലീസ് ഓടി മറയുകയാണ്. ഇബ്ലീസിന് അവന്റെ ശരീരത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ലെന്ന് അതാ അവിടുന്ന് ഈ വൃദ്ധനായ മനുഷ്യൻ പറയുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതാ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ചോദിക്കുന്നു, അവൻ ഇന്നും കടന്നു വന്നല്ലേ? അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, നബിയേ അവൻ ഇന്ന് എനിക്കൊരു ഇൽമ പറഞ്ഞു തന്നു നബിയേ, അവന് ഞാൻ വെറുതെ വിട്ടു നബിയേ, അവന് ഞാൻ വെറുതെ വിട്ടിട്ടുണ്ട് നബിയേ. അവിടുന്ന് അബൂ ഹുറൈറ തങ്ങൾ മുത്തുനബിയോട് പറയുന്നു, നബിയേ ഇബ്ലീസ് ഒരിക്കലും പോലും അടുക്കാത്തൊരു കാര്യമുണ്ട്, ഒരു ശരീരത്തിലേക്ക് ഇബ്ലീസ് അടുക്കാത്ത കാര്യമുണ്ട്, ആ കാര്യത്തെ കുറിച്ച് എനിക്ക് അവന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാ
അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയെ, ആയത്തുൽ കുർസി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ പിന്നെ ഇബ്ലീസിന്റെ സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്ന് ആ വൃദ്ധൻ അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നബിയെ. ആ സമയത്ത് അവിടുന്ന് ഇബ്ലീസ് അവിടുന്ന് അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ, അതാരാണെന്നറിയോ? അവൻ പറഞ്ഞത് സത്യമാണ്, അവൻ പറഞ്ഞത് സത്യമാണ്. ആ കടന്നു വന്നത് ആരാണെന്നറിയോ? അത് ഇബ്ലീസാണ്, ഇബ്ലീസാണെന്ന് അതാ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാണ്, ഇതാരാ പഠിപ്പിച്ചു കൊടുത്തത്? ആയത്തുൽ കുർസി പതിവാക്കിയാൽ അത് ഇബ്ലീസിന്റെ പേടിയാണെന്ന് ആരാ പറഞ്ഞത്? അത് ഇബ്ലീസ് തന്നെയാണ്. ഇബ്ലീസ് തന്നെ പറഞ്ഞത് ഇബ്ലീസിന്റെ പേടിയാണെന്ന്. ഇബ്ലീസിന്റെ പേടിയാണെന്ന് ആരാ പറഞ്ഞത്? ഇബ്ലീസ് തന്നെ പറഞ്ഞത്. പിന്നെന്താ ധൈര്യമായിട്ട് നമുക്ക് ചൊല്ലിക്കൂടെ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓ കക്ക വന്നതാണെന്നുണ്ടെങ്കിലോ കാട്ടിയ കാര്യം എന്താ, പറഞ്ഞ കാര്യം എന്താണ്? അത് സത്യമാണ്. കാണിക്കുന്നത് കള്ളത്തരാണെന്നുണ്ടെങ്കിലും അവൻ പറഞ്ഞ ഈ കാര്യം സത്യമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നന്മ പാലിക്കുക. നമ്മുടെ ദേശം വരുന്ന സമയത്ത് അവിടുന്ന് ദേശത്ത് നമ്മൾ ഒതുക്കി നിർത്താൻ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നന്മ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മക്കളൊന്നും നോക്കൊണ്ടു ഭയങ്കര ദേഷ്യമായിരിക്കും അവർക്ക്. പഴയ പോലെയല്ല, വല്ലാത്ത ദേഷ്യമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൊണ്ട് അവരിങ്ങോട്ട് ദേഷ്യപ്പെടും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാകും. ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടെന്നേ പറയാൻ കഴിയുള്ളൂ. പല രക്ഷിതാക്കളും പറയാണ്ട്, ഉസ്താദെ മക്കൾക്ക് ദേഷ്യം കൂടുതലാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഇബ്ലീസിന്റെ വലിയ ശർറ് അവിടെ വന്നിരിക്കുകയാണ്. അഹങ്കാരം അവിടെ നിന്ന് കൂടിയിരിക്കുകയാണ്. അഹങ്കാരം കൂടിയിരിക്കാൻ നമ്മുടെ കുട്ടികൾക്കൊക്കെ. അടച്ചവനെ, ഒരുപാട് ഉമ്മമാരവിടെ നിന്ന് പറയാറുണ്ട്, ഉസ്താദെ എന്റെ പൊന്നുമോന് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അനുസരണയുള്ള ഉസ്താദെ ദേശമാണെന്ന് പറയുന്നവരുണ്ട്. എത്ര മക്കളുണ്ടെന്നറിയോ? എത്ര രക്ഷിതാക്കളുണ്ടെന്നറിയോ? മക്കളെ ചെറുപ്പത്തിൽ നമ്മൾ പൊന്നെ ചക്കരെ പാര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും അല്ലേ? കുറച്ചും കണ്ട് വലുതായി കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എന്ത് തന്നെ നമ്മുടെ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് കളിച്ചാലും എത്ര തന്നെ അവർ ചെയ്തു കഴിഞ്ഞാലും നമ്മളൊരു സ്നേഹവും വാത്സല്യം കൊടുത്തിട്ടാണ് അവരെ വിളിക്കുക, അവരുമായിട്ട് ഇടപെടുക. എന്നാലും വലുതായി കഴിയുമ്പോൾ ആ റൂട്ടൊക്കെ മാറും അല്ലേ? പിന്നെ നമ്മൾ പൊന്നെ പാല് ചക്കര എന്ന് വിളിച്ചൊക്കെ എന്താകും? കുഞ്ഞോളും കുഞ്ഞോനൊക്കെ മാറി വലുതായി കഴിഞ്ഞാൽ, കുറച്ചങ്ങോട്ട് വലുതായി കഴിഞ്ഞാൽ അവരോടുള്ള ഒരു പ്രത്യേകമായ മൈൻഡ് നമുക്ക് മാറുകയാണ്. പിന്നെ ചില രക്ഷിതാക്കളൊക്കെ ഒരു വാശിയിലാണ് പല മക്കളോടും പെരുമാറുന്നത്. എത്രയും രക്ഷിതാക്കളുണ്ട് അങ്ങനെ. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു വാശിയിലായിട്ട് പെരുമാറും. ചെയ്യാൻ പാടില്ല. നിന്റെ മക്കൾ നിനക്ക് എന്നും ചെറുതാണ്. എത്ര വലുതായാലും, എത്ര വലിയ പട്ടാളമായാലും, എത്ര വലിയ പോലീസാണ് നിന്റെ മക്കളായിക്കോട്ടെ, നിന്റെ മുമ്പിലൂടെ അങ്ങനെ കുഞ്ഞായിട്ട് നടന്നിരുന്നത് നടത്തണ്ടല്ലോ. ആ നടത്തത്തിൽ നീ കണ്ടാ മതി, ആ നടത്തത്തിൽ കണ്ടാ മതി. ആ നടത്തത്തിൽ കണ്ടാൽ എന്റെ പ്രിയമുള്ളവരെ നീ വിജയിക്കും. നിന്റെ വീട്ടിൽ വന്ന ഓനെന്നും കുഞ്ഞോ തന്നെ, ഓളെന്നും കുഞ്ഞോളന്നെ, ഓളെന്നും പൂമോളന്നെ. അങ്ങനെ തന്നെ മതി. മനസ്സിലായോ? എത്ര വലിയ ജോലിയും സ്ഥാനത്തെത്തിയാലും നീ ആ ബന്ധം അങ്ങ് വിടരുത്. കാരണം നീ പിന്നീട് ഒരു പരുക്കം സ്വഭാവം കാണിച്ചാൽ, ഇനി പരുക്കം സ്വഭാവമാണ് ഓരോരുത്തർ വേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ കാര്യം നടക്കൂല, ഒരു തലി കയറും, മക്കളന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്ന വാപ്പാരുണ്ട്. അതൊക്കെ പണ്ട് നടന്നിരുന്നു വാപ്പ, പണ്ട് നടന്നിരുന്നു. ഇന്നത്തെ മക്കളെടുത്ത് നടക്കുന്നില്ല. കാലഘട്ടം മാറിയിട്ടുണ്ട്. ഇന്ന് ആധുനികപരമായിട്ടുള്ള എല്ലാം ഉയർന്നിട്ടുണ്ട്. നമ്മൾ പറയും എന്റെ 90-ാം കാലത്ത് അങ്ങനെയായിരുന്നു, എന്റെ 1900 അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പുകഴ്ത്തി പറയും. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞു.
ആ സമയം മാറി. ഇന്ന് നമ്മുടെ മക്കളുടെ മുമ്പിൽ എല്ലാം ഉയർന്ന ആധുനിക സാങ്കേതിക വിദ്യകളും ഉയർന്നു. ഓലെ മെന്റലി പവർ അല്ലാഹു തആല വേറെ രൂപത്തിലാ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളും എന്ത് വേണം? അതുപോലെയാകണം. മനസ്സിലായോ? നമ്മൾ അതുപോലെ ഒന്ന് മാറണം. എന്നാ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. മക്കൾ ശ്രദ്ധിക്കാണ്ട് വിഷയത്തിൽ നമ്മുടെ വാപ്പയും ഉമ്മയും ചിലപ്പോ പ്രായമായവർ, അവരെന്നും ആ 90 തന്നെ ആയിരിക്കും. അവർക്ക് ചിലപ്പോ ഇതൊന്നും കണ്ടാൽ ചിലപ്പോ പിടിക്കൂല. അപ്പൊ അവര് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയും, കാട്ടും. അതനുസരിച്ചിട്ട് മക്കളും എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിൽക്കാൻ പാടുള്ളൂ. അല്ലാഹു തആല ബോധം നൽകട്ടെ നമുക്ക്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വാത്സല്യം ചെറുപ്പത്തിൽ കൊടുത്തതുപോലെ തന്നെ വലുപ്പത്തിലും ആ വാത്സല്യവും സ്നേഹവും നമ്മൾ കൊടുക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പട്ടിണിയാണ് ജീവിതത്തിൽ, കുടുംബത്തിൽ. അല്ലാഹുവിന്റെ ഹബീബിന്റെ എവിടെന്നെങ്കിലും ഒരു റൊട്ടിയോ ഒരു പത്തിരിയോ കഴിക്കാൻ കിട്ടിയാൽ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മഗതിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു. അവിടുന്ന് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു എന്നെന്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പൊന്നുമോക്കുണ്ടോ എന്ന് അവിടുന്ന് ശ്രദ്ധിക്കുമായിരുന്നു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അതാണ് കുട്ടിയോടുള്ള സ്നേഹത പറഞ്ഞ, കുട്ടികളോടുള്ള സ്നേഹത പറഞ്ഞ. ദേഷ്യം വെക്കരുത്, കുട്ടികളോട് വെക്കരുത്. നമ്മുടെ വീട്ടിനകത്ത് ഭാര്യ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉണ്ടാക്കിയതിൽ ഉപ്പ് കുറഞ്ഞാൽ അല്ലെങ്കിൽ മധുരം കുറഞ്ഞാൽ കൂടിയാൽ നമ്മൾ ചില പാപ്പാരെ പാത്രത്തിനെ തട്ടിട്ട് അങ്ങോട്ട് തെറിപ്പിക്കും. കണ്ടാ ചിലപ്പോ മണ്ടക്ക് കൊടുക്കാൻ തോന്നും. ചെയ്യൂലേ? അരി ഭാര്യന്റെ കൈകുന്ന ഒരു ഗ്ലാസ് ചിരി തറക്കണ്ട ഒച്ചുണ്ടാക്കിയാൽ ഭർത്താവ് കടന്നിട്ട് വർക്കനാണ് അല്ലേ? അങ്ങനെ ചില പെരക്കാരുണ്ട്, അങ്ങനത്തെ ചില വാപ്പാരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചവനെ ഒരു ദിവസം അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മധുരം വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല മധുരത്തിൽ നല്ല രുചികരമായ പായസം മധുരം അവിടുന്ന് തയ്യാറാക്കി അല്ലാഹുവിന്റെ പ്രവാചകർ തന്റെ വീട്ടിനകത്തിരുന്നു കൊണ്ട് കുടിക്കുകയാണ്. ആ സമയത്താണ് ആരോ കടന്നു വന്നുകൊണ്ട് മുത്തുനബിയുടെ അവിടുന്ന് വീടിന്റെ വാതിൽക്കൽ മുട്ടുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അതാവിടുന്ന് ആ പെൺകുട്ടി പറയുന്നു, സൗദ ബീവി റളിയല്ലാഹു തആല അൻഹ കൊടുത്തുവിട്ട പായസമാണിത്, അവിടുന്ന് കൊടുത്തുവിട്ട മധുരമാണിത്. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ്. പടച്ചറബ്ബേ, ഇതങ്ങ് പറയേണ്ട താമസമതാ. അല്ലാഹുവേ, ആറ്റുനോറ്റ് വല്ലാതെ സ്നേഹത്തോടുകൂടി ആയിഷ ബീവി തന്റെ ഭർത്താവിന്റെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതങ്ങ് കേട്ടപ്പോ ആയിഷ ബീവിക്ക് വല്ലാത്തൊരു ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ ഹബീബിനത് മനസ്സിലായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ അതൊന്ന് മേടിച്ചു വെക്ക് ആയിഷ. ദേഷ്യത്തോടു കൂടെ ആയിഷ ബീവി കടന്നു ചെന്നിട്ട് പടച്ചവനെ ആ പാത്രം ഇങ്ങോട്ട് മേടിക്കുമ്പോൾ കയ്യിൽ നിന്ന് അറിയാതെ നിന്ന് തറയിൽ വീഴുകയാണ്. പടച്ചറബ്ബേ, എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് വല്ലാതെ പേടിച്ചുകൊണ്ട് ആയിഷ ബീവി നോക്കുകയാണ്. ആയിഷ ബീവി പടച്ചവനെ ഉള്ളിലേക്ക് അങ്ങ് ഓടുകയാണ്. ഈ കുട്ടിയും അതുപോലെ തന്നെ ഓടിപ്പോയി. രണ്ടും ഭാര്യമാരാണ്. ആയിഷയും ഭാര്യയാണ്, സൗദയും ഭാര്യയാണ്. റബ്ബേ, അവിടെ നിന്നതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഈത്തപ്പന ഓലകളെ കൊണ്ട് മറക്കപ്പെട്ട എന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് അകത്തേക്ക് പോയിട്ട് പൂമുഖത്തേക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇങ്ങനെ വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടുപോയല്ലോ.
അത് കണ്ടെന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു പോയി. വാപ്പാ തന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നൊരു പാത്രമോ ഒരു കയ്യിലോ ഒരു ഗ്ലാസോ നിലത്ത് വീണാൽ നീ അവരെ പോയിട്ട് ചീത്ത പറയലില്ലേ? എന്താ നിനക്ക് ശ്രദ്ധിച്ചുകൂടെ? എന്തേ നിനക്കതൊന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ട് അല്ലാഹുവേ കുറ്റപ്പെടുത്തുന്ന ചീത്ത പറയുന്ന എത്രയോ അമ്മായിയമ്മമാരുണ്ട്, എത്രയോ അമ്മോശാക്കന്മാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഒന്ന് പഠിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക്. റസൂലുള്ള തന്റെ ഭാര്യമാരോട് ദേഷ്യപ്പെട്ടിട്ടില്ല, റസൂലുള്ള അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ടില്ല. പടച്ച റബ്ബേ, അതായിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതമെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ നിന്ന് ഈ പാത്രം അങ്ങ് താഴത്ത് വീണു, പായസം മുഴുവൻ നിലത്ത് ചിന്തി. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി പേടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് മണ്ടി, അങ്ങോട്ട് ഓടിയിട്ട് അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ റസൂലുള്ള വന്നിട്ട് പിന്നെ ഈ കുട്ടി അങ്ങോട്ടും പോയി, അതേപോലെ തന്നെ ആയിഷ ബീവി അകത്തേക്കും പോയി. ഇനി താര നോക്കാം. റസൂലുള്ള ഇങ്ങനെ ഇരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞ റസൂലുള്ള വന്ന് അതെല്ലാം അവിടെ നിന്ന് അങ്ങ് വൃത്തിയാക്കിയെടുത്തു. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഭാര്യയെ പിടിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകും ഒരു പോക്ക്. പിന്നെ 2 ദിവസം ഉണ്ടാവും മോന്ത അല്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് ഭാര്യയെ കാണുമ്പോ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നോക്കി, പിന്നെ ഭാര്യ ഇങ്ങനെ പിടിച്ച് ഇക്കാ ഇക്കാ എന്ന് പറഞ്ഞ് പിന്നാലെ ഇങ്ങനെ നിൽക്കും അല്ലേ. ഇതാണ് ഇന്ന് അവസ്ഥ, ഇതാണ് അവസ്ഥ. എന്നിട്ട് അവളിങ്ങനെ ഇയാളെ പിണക്കം മാറ്റണല്ലോ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാരൊക്കെ ഇങ്ങനെ വരച്ച് എന്തെങ്കിലുമൊക്കെ മധുരൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒന്ന് എന്നത്തക്കായി ചിരി ഒന്ന് ഇങ്ങോട്ട് കുറച്ച് കയറ്റി ചിരിച്ച് അനക്കെ കാട്ടി വെക്കും. എന്നിട്ട് ഇതിനെ മയക്കെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് പണിയാ അല്ലേ? ഇതാണ് അവസ്ഥ. എന്നാ റസൂലുള്ള അങ്ങനല്ല. റസൂലുള്ള ആയിഷ ബീവിയുടെ മുമ്പിൽ അവിടെ നിന്ന് അത് വൃത്തിയാക്കി എടുത്ത് ചരിത്രം പഠിപ്പിക്കാം. എന്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം, സമയം വളരെ കുറവാണ്. ഇബ്ലീസിന്റെ ശർറ് നമ്മളിലേക്ക് എത്തുന്നത് അല്ലാഹുവേ, ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, ഇന്ന സ്വദഖ, ആരാണ് അവിടുന്ന് ദാനം ചെയ്യുന്നത്, സ്വതക്ക ചെയ്യുന്നത്, ആ സമയത്തും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, പിടിച്ചു വെക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പള്ളിക്ക് വേണ്ടിയിട്ട് ചോദിക്കുമ്പോ, അള്ളാഹിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോ, പടച്ച റബ്ബേ കല്യാണത്തിന് പാപപ്പെട്ട മക്കളെ കെട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോ, അല്ലാഹുവേ വാടക വീട്ടിൽ ആരുമില്ലാതെ കഴിയുന്ന മക്കൾക്കൊരു വീട് വെച്ച് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോ, പടച്ച റബ്ബേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പണിയുണ്ട് നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് സ്വതക്കക്ക് വേണ്ടി കടന്നു വരുമ്പോ, ആ പുണ്യமான സ്വതക്ക് വേണ്ടി ചോദിക്കുമ്പോ ഇബ്ലീസ് നിന്റെ കയ്യെ പിടിക്കുകയാണ്, നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് നിന്നോട് ഉത്ബോധനം നടത്തുകയാണ്, ഒരിക്കലും നീ കൊടുക്കണ്ട, നീ കൊടുക്കണ്ട. വേറെ ആരൊക്കെ ഈ നാട്ടിലുണ്ട്, വേറെ ആരൊക്കെ ഇവിടെയുണ്ട്, അവര് കൊടുത്തോളും, നീ കൊടുത്താ നിന്റെ നിന്ന് കുറയുമെന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് നിന്റെ കയ്യെ പിടിക്കുകയാണ്. നിനക്ക് ആദ്യം തോന്നും ഞാനും കൊടുത്തിരുന്നെങ്കിൽ, ഞാനും കൊടുക്കുകയാണ്. പിന്നെ നിന്റെ മനസ്സിലേക്ക് പല ചിന്തകൾ വരും, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ഇന്നാലിന്റെ ആവശ്യങ്ങളുണ്ട് എന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരുന്നത് അത് ഇബ്ലീസ് പറയുന്നതാണ്. അത് ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശർറാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ദീനിനെ അറിഞ്ഞുകൊണ്ട് സ്വതക്ക ചെയ്യുന്ന ഒരു ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറയുകയാണ്, പരിശുദ്ധമായ ഇസ്ലാമിന് സമ്പത്തിന്റെ ആവശ്യമുണ്ട് സഹാബ. ആരാണെന്ന് തരുന്നത്, ആരാണെന്ന് തരുന്നത്, നിങ്ങളൊന്ന് ആരെങ്കിലും സഹായിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ ഒരിക്കല് മദീനയിലെ പള്ളിയിൽ വെച്ചിട്ട് ചോദിക്കുമ്പോൾ അതാ സ്വഹാബത്ത് ഓരോരുത്തരും തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പടച്ച റബ്ബേ, കൈകാലുകൾക്ക് വികലാംഗനായി അവശേഷിയില്ലാത്തൊരു
സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബി ഇത് കണ്ടുകൊണ്ട് കടന്നു വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഓടുകയാണ്. പടച്ചവനെ അവിടുന്ന് പറയുന്നു, എന്തേ നിങ്ങൾ പോകുന്നത്, എന്തേ നിങ്ങൾ പോകുന്നത്? അതവിടുന്ന് പറയുന്നു, റസൂലുള്ള സ്വതക്ക ചോദിച്ചിട്ടുണ്ട്, കഴിയുന്ന സ്വതക്കകൾ തരാൻ പറഞ്ഞിട്ടുണ്ട്, അത് എടുക്കാൻ ഓടുകയാണെന്ന് പറഞ്ഞിട്ട് സ്വഹാബത്ത് ഓടുകയാണ്. ഈ സ്വഹാബിയുടെ കയ്യിലൊന്നുമില്ല, വീട്ടിലാണെങ്കിൽ അത്രയുമില്ല, വീട്ടിനകത്തും ഒന്നുമില്ല. പടച്ചറബേ പട്ടിണിയാണല്ലോ, പാവങ്ങളാണല്ലോ. റബ്ബേ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് പോകാമായിരുന്നു. ഈ സ്വഹാബിയതാ പടച്ചവനെ കാണുന്ന ഈത്തപ്പന തോട്ടങ്ങൾക്കരികിലൂടെ കാണുന്ന മുതലാളിമാരെ വീടിന്റെ വാതിലിക്കൽ പോയിട്ട് പറയുന്നു, എനിക്കൊരു ജോലി തരുമോ, എനിക്കൊരു ജോലി തരുമോ? അതാ പടച്ചവനെ അവസാനം ഈത്തപ്പന തോട്ടത്തില് ഒരു മാളിങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു യജമാനൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ മുതലാളി നിൽക്കുകയാണ്. അയാളുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, എനിക്കൊരു ജോലി തരുമോ? അദ്ദേഹം അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ കയ്യും വെച്ച് കാലും വെച്ച് നീ എന്ത് ചെയ്യാനാ, നീ എന്ത് പണിയെടുക്കാനാ, നിന്നെ കൊണ്ട് എന്തിനാ കഴിയുന്നത്? ഇതവിടെ നിന്ന് പറയുമ്പോ പടച്ചവനെ ഈ ചെറുപ്പക്കാരനായ സ്വഹാബി അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് വല്ലാതെ അവിടുന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് അവിടുന്ന് ഒരുപാട് സങ്കടം പറയുകയാണ്. അല്ലാഹു അവസാനം ജോലി കൊടുത്തു. കരച്ചിലും പിരിച്ചിലുമായി അവിടുന്ന് ജോലി കൊടുത്തു. അവസാനം ജോലി കൊടുത്തത് എന്തെന്നറിയോ? ആ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തിട്ട് ഈ കാണുന്ന ചെറിയ ചെറിയ ഈ തൈകളുണ്ട്, ഇതിനൊക്കെ നീ അങ്ങ് നനച്ചു കൊടുക്ക്, ഇതൊക്കെ അങ്ങോട്ട് നനക്കാൻ പറയാൻ. പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ, ഈ മനുഷ്യൻ കയ്യിന് വികലാംഗനാണ്, വൈകല്യമുണ്ട്, കാലിനും വൈകല്യമുണ്ട്. അതാ പടച്ചുറബേ അവിടെ നിന്നിങ്ങനെ നനച്ചു കൊടുക്കുകയാണ് ഓരോന്നും. അവസാനം ശരീരം ഇങ്ങനെ ക്ഷീണിച്ചു. അല്ലാഹുവേ എല്ലാ പ്രയാസമാണ്, കൈകാലുകളെ കൊണ്ട് ശേഷിയില്ലല്ലോ. അവസാനം കയ്യിലും കാലിലും ഒക്കെ മുറിവായിട്ടുണ്ട്. അല്ലാ തളർന്നു പോയെന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് തളർന്നുകൊണ്ട് കിടക്കുക. അതാവിടുന്ന് തന്റെ യജമാനൻ ഇങ്ങനെ കടന്നു വന്നു. എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, എന്തിനാ വേണ്ടാത്ത കഴിയാത്ത പണിക്ക് നീ നിൽക്കുന്നത്? നിനക്ക് കഴിയുന്ന കാര്യം ചെയ്താ പോരെ എന്നവിടുന്ന് ചോദിക്കുമ്പോ അതാവിടുന്ന് പറയുന്നു, ഞാനിത് ചെയ്യുന്നത് എന്തിനെന്നറിയോ? റസൂലുള്ള സ്വതക്ക ചോദിച്ചിട്ടുണ്ട്, ദീനിന് സമ്പത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും കിട്ടിയാ എന്റെ ഹബീബിന്റെ മുമ്പ് പോയിട്ട് അത് കൊടുക്കാമായിരുന്നല്ലോ, എന്നിട്ട് അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാമായിരുന്നല്ലോ, റസൂലിനെ ഒന്ന് സന്തോഷിപ്പിക്കാമായിരുന്നല്ലോ. അതിനാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതാവിടുന്ന് പൊട്ടിക്കരയുകയാ. യജമാനത അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നാണയത്തുട്ടുകൾ വെച്ചു കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഒരു കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടിയുടെ കയ്യിലേക്ക് അല്ലാഹുവേ അല്ലാഹുവേ അവിടുന്ന് കളിപ്പാട്ടം വെച്ചു കൊടുത്താൽ എത്രത്തോളം സന്തോഷമാ. അതുപോലെ ഈ സ്വഹാബി ഓടുകയാണ്, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വെച്ചിട്ട് ഈ നാണയത്തുട്ടുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോ അല്ലാഹുവേ കണ്ണ് നിറയുകയാണ് ഉമ്മ. ആ സ്വഹാബിയുടെ കണ്ണുകൾ നിറയുകയാണ്. അവിടുത്തെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. എന്തേ പ്രയാസപ്പെട്ടിട്ടാ ജോലി ചെയ്തത്? കയ്യിനും കാലിനും ശേഷിയില്ല. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. റസൂലുള്ളാഹിയതാ രണ്ട് കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്തു, ഈ ദുനിയാവിലുള്ളത് മുഴുവനും സ്വതക്ക ചെയ്ത കൂലി, ദുനിയാവിലുള്ളത് മുഴുവനും സ്വതക്ക ചെയ്ത കൂലി ഈ പ്രിയപ്പെട്ട സ്വഹാബിക്ക് നീ നൽകണേ അല്ലാഹ് എന്നിവിടുന്ന് ദുആ ചെയ്തു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, ദീനിന് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്തതാ. ഇബ്ലീസ് പോലും അടുത്തേക്ക് വന്നിട്ടില്ല. ഇബ്ലീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഈ കയ്യിനും കാലിനും എനിക്ക് വയ്യ, ഞാൻ ഇപ്പൊ പണിയെടുത്തപ്പോ അത് കിട്ടൂല, ഇതല്ല ഇബ്ലീസ് ഒരുപാട് നടത്താൻ. ഇബ്ലീസിന് അവരുടെ ഭാഗത്തേക്ക് പോലും വരാൻ കഴിഞ്ഞില്ല എന്ന ചരിത്രം.
എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കതിന് കഴിയണം, നമുക്കും അതിന് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, പടച്ച തമ്പുരാന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം ഒരുപാട് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല വീട്ടി തരട്ടെ, വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റി തരട്ടെ. ആമീൻ.